വേറെ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. മക്കൾ നന്നാവണമെങ്കിൽ 4 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. കുറേ കാര്യങ്ങൾ ചെയ്യണം, 4 പ്രത്യേകമായിട്ടും ചെയ്യണം. 4 കാര്യങ്ങൾ പ്രത്യേകമായിട്ടും ചെയ്യണം. ഇവിടെ നമുക്ക് ഒരുപാട് പദ്ധതികൾ SKSFന്റെ കുട്ടികൾ കൊണ്ടുവരുന്നുണ്ട്. തർബിയ എന്ന പേരിൽ രക്ഷിതാക്കൾക്ക് വേറെ ക്യാമ്പ്, കുട്ടികൾക്ക് വേറെ ക്യാമ്പ്, സ്ത്രീകൾക്ക് വേറെ ക്യാമ്പ്, നല്ല നല്ല പ്രവർത്തനങ്ങൾ. എല്ലാം നല്ല കാര്യമാണ്, എല്ലാം നല്ല കാര്യം, എല്ലാം ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ ഇത്രയും ആൾക്കാർ, തായും കുറച്ച് ആൾക്കാരെ കാണാണ്ട് ഇത്രയും സമയം ഇവിടെ അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതമാണ്. സാധാരണ അങ്ങനെ ഇരിക്കലില്ല. ഞാൻ എന്ത് വീരവാദം പറഞ്ഞാലും ആൾക്കാർ നീച്ചു പോലുണ്ട്. പക്ഷെ നിങ്ങൾ ഇരിക്കണമെന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതമാണ്. അത് സംഘാടകരുടെ ഏറ്റവും വലിയ വിജയമാണ്. അള്ളാഹു അവരുടെ എല്ലാ ഉദ്ദേശങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കട്ടെ. ഇതിന്റെ സംഘാടകർ ആരൊക്കെയാണോ അവർക്ക് എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹലിൽ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നോട്ടീസൊന്നും അല്ലാതെയും ഒക്കെ അറിയാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷം. 4 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്താലേ കുട്ടികൾ നേരാവുള്ളൂ. കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ 4 ഞാൻ പറയാണ്, ചുരുക്കി ഇങ്ങനെ പറഞ്ഞാൽ 4 പറയണം. 1, ലക്ഷ്യം ക്ലിയർ ആയിരിക്കുക. നല്ല മനസ്സിലാക്കണം ഞാൻ ഈ പറഞ്ഞത്. ഈ 4 എന്തായാലും ചെയ്യും നിങ്ങൾ ഉറപ്പിച്ചാൽ കുട്ടികൾ നേരാവും. 1, ലക്ഷ്യം ക്ലിയർ ആയിരിക്കുക. ലക്ഷ്യം ക്ലിയർ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളാരും കുട്ടികളെ ഞമ്മക്ക് ആഗ്രഹിച്ച് കിട്ടിയതല്ല, കുടുങ്ങിയിട്ട് കിട്ടിയതാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ല. പെണ്ണുങ്ങൾക്ക് പള്ളേരുണ്ടായപ്പോൾ മൂപ്പര് അസർക്കാരം കഴിഞ്ഞിട്ട് സുലൈമാനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പീടിക്ക് പോവുകയാണ്. പീടിയിൽ ഇങ്ങനെ ചായക്ക് ഓർഡർ ചെയ്ത്, പരിപ്പടി ഓർഡർ ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അബ്ദുറഹ്മാൻ വരുന്നുണ്ട്. അബ്ദുറഹ്മാനോട് പറഞ്ഞു, അബ്ദുറഹ്മാനെ സംഗതി പറ്റിച്ചു എന്നാ തോന്നുന്നു കേട്ടോ, ഈ മാസം പെണ്ണിന് കുളി ഉണ്ടായിട്ടില്ല. നമ്മളെ കുട്ടികളെ ആഗ്രഹിച്ച് കിട്ടിയതല്ല, പറ്റിച്ചിട്ട് കിട്ടിയതാണ്. ഓരോരുത്തർ അവനെ മനസ്സൊന്നും ഇങ്ങനെ നോക്കുക എന്നുള്ള ഞാൻ പറഞ്ഞതിൻ്റെ. കല്യാണം കഴിഞ്ഞേക്ക് ആയതിനെ തീരുമാനിക്കും 3 കൊല്ലത്തിന് കുട്ടികൾ വേണ്ട. ഫസ്റ്റത്തെ തീരുമാനം അതാണ്. ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാം. സൽക്കാരൊക്കെ പിന്നെ തീരുമാനിച്ചാൽ മതി. ആദ്യത്തെ തീരുമാനം 3 കൊല്ലത്തിന് കുട്ടി വേണ്ട എന്നാണ്. അള്ളാന്റെ ദുന്യാവിൽ മനുഷ്യനല്ലാത്ത വേറൊരു ജീവിയും കുട്ടികൾ ഉണ്ടാവരുതേ എന്ന് കരുതി ഇണ ചേരൂല. മനുഷ്യൻ എന്ന ഇരുക്കാലി ജന്തു മാത്രമേ കുട്ടികൾ ഉണ്ടാവരുതേ, 3 കൊല്ലത്തിന് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഇണ ചേരാറുള്ളൂ. ആഗ്രഹിച്ച് കിട്ടിയതല്ല കുട്ടികൾ, കുടുങ്ങിയിട്ട്. മറിയാമ്മ വെള്ളം കോരാൻ പോയപ്പോൾ റംലുവിനോട് പറഞ്ഞു, എന്ത് റംലോ സംഗതി പറ്റിച്ചു, കുടുങ്ങിയെന്നാണ് തോന്നുന്നത് കേട്ടോ, ഈ മാസം കുളി ഉണ്ടായിട്ടില്ല. ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളുടെയും മനസ്സ്. എന്നിട്ട് പിന്നെ നമ്മൾ സിറാത്ത് പാലം കിടക്കുമ്പോൾ കയ്യമ്മ പിടിക്കാൻ വേണ്ടി ദോരക്കുക, ഹാഫിദാവാൻ വേണ്ടി ദോരക്കുക, സ്വാലിഹാവാൻ വേണ്ടി മജ്ലിസുനൂർക്ക് 500 ഉറുപ്പിക കൊടുക്കുക. ഇത് സംഗതി അതിനൊന്നുമല്ല, ഇത് വേണ്ടാന്ന് കരുതിയതായിരുന്നു, എന്നിട്ട് കിട്ടിയതാണ്. തൃശ്ശൂർ ജില്ലയിൽ നമ്മളെ നാസർ വൈസി തിരുവത്ര എന്ന് പറഞ്ഞ നമ്മളൊരു സംഘടനാ പ്രവർത്തകൻ, സമസ്തയുടെ ഒരു സജീവ പ്രവർത്തനം നടത്തുന്ന മന്ദബുദ്ധികൾക്കുള്ളൊരു സ്ഥാപനമുണ്ട്, തിരുവത്ര നാസർ വൈസി. 2-3 മാസം മുമ്പ് ഞാൻ ആ സ്ഥാപനം കാണാൻ വേണ്ടി പോയി. ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. അപ്പം നാസർ വൈസിനോട് ചോദിച്ചു, വൈസിയെ ഇവിടെ നിങ്ങൾ ഡോക്ടർമാരൊക്കെ കൊടുത്തിട്ട് കുട്ടികളെ പരിശോധിക്കലുണ്ടോ ചോദിച്ചു. നാസർ വൈസി പറഞ്ഞു, ആ പരിശോധിക്കലുണ്ട് പറഞ്ഞു. ഈ പൈസക്കാരെ കുട്ടികളാ പൈസ ഇല്ലാത്ത കുട്ടികളാ മന്ദബുദ്ധികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചു. മൂപ്പര് റിസൾട്ട് പറഞ്ഞു. അതിന് നിങ്ങൾ ആരോടും പറയണ്ട, ഒരു റിസൾട്ട് എന്താ വെച്ചാൽ കണ്ണാണാത്തവരധികവും ഫക്കീറന്മാരാണ്, സംസാരശേഷി ഇല്ലാത്തത് മന്ദബുദ്ധികൾ അധികവും സാമ്പത്തിക ശേഷിയുള്ളവരാണ്. അധികം എന്നാട്ടോ പറഞ്ഞത്, എല്ലാം അങ്ങനെയെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ വണ്ടിയുടെ കാറ്റ് വയ്ക്കാൻ നടക്കുമൊന്നും വേണ്ട, അധികം അങ്ങനെയാണ്. കണ്ണാണാത്ത അധികം പരിശോധിച്ചാൽ ഫക്കീറന്മാരേക്കാരം, സംസാരശേഷി ഇല്ലാത്തത് മന്ദബുദ്ധികൾ അധികം പരിശോധിച്ചാൽ സമ്പത്തുള്ളവരാ. എന്താ കാരണം? അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, വേണ്ടാന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഗർഭമുണ്ടായി, ഇനിയിപ്പോൾ അത് എങ്ങനെങ്കിലും ഒന്ന് ഇളക്കി കളയാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ ബ്രെയിൻ വർക്ക് ചെയ്യും. ഈ ഉമ്മാന്റെയും വാപ്പാന്റെയും ബ്രെയിനിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് വർക്ക് കുട്ടിയെ ദോഷകരമായി ബാധിക്കും. അല്ലെങ്കിൽ അബോർഷന് വേണ്ടി മരുന്ന് കഴിക്കും, ആ മരുന്ന് ആദ്യമായി ബാധിക്കുന്നത് കുട്ടിയുടെ ബ്രെയിൻ സെല്ലിനെ ആയിരിക്കും. കുട്ടിയോട്ട് ഇളകി പോകൂല്ല, മരുന്നാണ് ഈ കഴിക്കുകയും ചെയ്തു. ചിലപ്പോൾ വല്ല നാടൻ പ്രയോഗങ്ങളൊക്കെ നടത്തും. ആ നാടൻ പ്രയോഗങ്ങളൊക്കെ ബാധിക്കുന്നത് കുട്ടിയുടെ ബ്രെയിൻ സെല്ലിനെയാണ്. ഇത് കുട്ടികൾ മന്ദബുദ്ധികളാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. എല്ലാ മന്ദബുദ്ധികളും അങ്ങനെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതെന്ന് നാസർ വൈസി തിരുവത്രയോട് അവിടെ പരിശോധിക്കാൻ വന്ന ഡോക്ടർമാർ പറഞ്ഞു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
പറഞ്ഞത് അതേമാതിരി തന്നെ കേൾക്കുക. അവിടെ പരിശോധിക്കാൻ വേണ്ടി വന്ന ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. മനുഷ്യൻ എന്ന ജീവി മാത്രമാണ് കുട്ടികൾ വേണ്ടെന്ന് തീരുമാനമാക്കുന്നത്. വേറെ ഒരു ജീവിയും, ഒരു പശുവിനെ ഒരു മൂരി ഇണ ചേരുമ്പോൾ കുട്ടികൾ ഉണ്ടാവാണ്ടെന്ന് ഒരിക്കലും വിചാരിക്കൂല. ഒരു പെണ്ണാടിനെ ഒരു കൊറ്റനാട് ഇണ ചേരുമ്പോൾ കുട്ടികൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിക്കൂല. ഒരു കോഴിയെ ഒരു പൂവൻകോഴി ഇണ ചേരുമ്പോൾ മുടടാതിരിക്കട്ടെ എന്ന് വിചാരിക്കൂല. മനുഷ്യൻ മാത്രമാണ് മക്കളുണ്ടാവരുതേ എന്ന് തീരുമാനിക്കുന്ന ഏകജീവി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കുട്ടികൾ എന്തിനാണ് എന്നതിന്റെ ലക്ഷ്യം ക്ലിയർ അല്ലാത്തതാണ് കാരണം. അപ്പൊ നമ്മക്ക് എല്ലാവർക്കും മക്കളുണ്ട്, ഇഞ്ഞുണ്ടാവണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു നമ്മളൊക്കെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കട്ടെ. ധൈര്യമായിട്ട് ആമീൻ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തിനാണ് കുട്ടി എന്നത് തീരുമാനമാക്കുന്നിടത്ത് വിജയിക്കണം. എന്തിനാ കുട്ടി എന്ന് ഞാൻ ഇപ്പൊ നിങ്ങളോട് ഒരു കടലാസിൽ എഴുതി തരീന്ന് പറഞ്ഞാലേ മിക്കവാറും ആൾക്കാർ ആദ്യം എഴുതുക പ്രായമാവുമ്പോ നോക്കാനെന്നാ, വയസ്സാവുമ്പോ നോക്കാൻ എന്നാണ് ആദ്യം എഴുതിത്തരാം. ചങ്ങായി അതിന് പൈസ ഉണ്ടെങ്കിൽ ഒരു നഴ്സിനെ വെച്ചാൽ പോരെ, എന്തിനാ അതിന് കുട്ടികൾ വയസ്സാവുമ്പോ നോക്കാൻ? 10 മക്കളുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ഓലൊക്കെ വയസ്സാവുമ്പോ ഇപ്പൊ നോക്കുന്നുണ്ടോ? ഇല്ലേ. ഒരു ശമ്പളത്തിന് ഒരു നഴ്സിനെ വെച്ചാൽ ഉഷാറായിട്ട് നോക്കും, അവനാരെ കുട്ടികൾ നോക്കണേക്കാൾ. വയസ്സാവുമ്പോ നോക്കാൻ കുട്ടികൾ വേണ്ട. വയസ്സാവുമ്പോ അല്ല ദണ്ണത്തിൽ കിടന്നാ പിന്നെ എന്താ ഒരു മരുന്നെടുത്ത് തരാൻ എന്താ കാട്ടുകയെന്നാ. അത് നേരെ അങ്ങോട്ട് തിരിച്ചാലോചിച്ചാൽ പോലില്ലേ, വയസ്സാവുമ്പോ ദണ്ണത്തിൽ കിടക്കാതിരുന്നാ പോരെ, ഒരു കുഴപ്പമില്ലല്ലോ. എന്തിനാ ഇപ്പൊ ദണ്ണത്തിൽ കിടക്കണം എന്ന് ആഗ്രഹിക്കണത്? ചില വിഷയങ്ങളൊക്കെ നമുക്ക് അങ്ങനെയാണ്. 8000 റുപ്യ ശമ്പളം ഉണ്ടായിരുന്നു, 8000 ദിർഹംസ് സൂപ്പർ മാർക്കറ്റിലായിരുന്നു, ഗൾഫില് UAE 8000 ദിർഹംസ് ഉണ്ട്. മലയാളി തന്നെയാണ് മുതലാളി. മുതലാളിനോട് പറഞ്ഞു, എനിക്ക് ഹുറൂജ് അടിച്ചാൽ ഞാൻ പോവുകയാണ്, 8000 കൊണ്ട് മുതലാവില്ല. ഒരാശുപത്രി കേസ് വന്നാൽ 10,000 ഇല്ലാതെ നടക്കൂല. ഓൻ പോകുന്നേന്ന് ഉറപ്പിച്ചപ്പോ എന്നാ മുതലാളി പറഞ്ഞു, എനിക്ക് 10,000 തന്നെ ഇവിടെ നിൽക്കുകയായിരുന്നു. ഓരോ മാസവും 2000 ആശുപത്രി കൊടുക്കേണ്ടി വരും. എന്തേ? 2000 അവൻ ആഗ്രഹിച്ചതും ചോദിച്ചതും ആശുപത്രിയിൽ കൊടുക്കാനായിരുന്നു. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനാ കിട്ടുക. ആശുപത്രി കൊടുക്കാനായി നമ്മൾ പൈസ എന്ന് ആലോചിച്ചതുകൊണ്ടാണ് കിട്ടുന്നത്. എന്താ അങ്ങനെ ആശുപത്രി കൊടുക്കാൻ കുട്ടിനെ ആലോചിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ പൈസ ആഗ്രഹിക്കേണ്ട ആവശ്യം? ആശുപത്രി കിടക്കാതിരിക്കാൻ ആലോചിച്ചാൽ പോരെ, അല്ലെങ്കിൽ അതിന് തോരുന്നാ പോരെ. പഠിച്ചോനെ എനിക്ക് വയസ്സാവുമ്പോ ആശുപത്രി കിടക്കുമ്പോ മരുന്നെടുത്ത് തരാൻ ഒരു കുട്ടിനെ തരണേ എന്ന് പറഞ്ഞാൽ അതിൽ കുറെ ദുആ ഒന്നിച്ചാണത്. വയസ്സാവുമ്പോൾ ആശുപത്രിയിൽ കിടത്തണേ, മരുന്നെടുത്ത് തരുന്ന അവസ്ഥ ഉണ്ടാക്കണേ, അപ്പോൾ എനിക്ക് മരുന്നെടുത്ത് തരാൻ ഒരു കുട്ടിയെ തരണേ. ഇതൊക്കെ ആ ദുആയിലുണ്ട്. വെറുതെ ആവശ്യമില്ലാത്ത തോർക്കേണ്ട കാര്യമില്ലല്ലോ, ആവശ്യമുള്ള തോർന്നാ പോരെ. ആരോടാപ്പൊ ഈ പറയണേ എന്നുള്ളൊരു ഓർമ്മ എപ്പോഴും ഉണ്ടാവണം. അള്ളാഹ് 3 സെന്റ് സ്ഥലം അതിലൊരു ചെറിയ പേരയും തരണേന്ന് തോർക്കരുത്. ചില്ലറക്കാരനോടല്ല നമ്മൾ തോർക്കണത്. ഒരു 60 സെന്റ് സ്ഥലവും ഇപ്പത്തെ കാഴ്ചപ്പാടില് അതിലൊരു 2 നിലയുള്ള വീടും മുറ്റത്തൊരു ഇന്നോവ കാറും തരണേന്ന് തന്നെ തോർക്കണം. അള്ളാഹിന്റെ അടുത്ത് ഇഷ്ടം പോലെ തരാണ്ട്, പിന്നെ എന്തിനാ അങ്ങനെ ചുരുക്കി തോർക്കേണ്ട ആവശ്യം? 25,000 സക്കാത്ത് വാങ്ങുമ്പോ തോർക്കാണ്, പഠിച്ചോനെ ഇക്കൊല്ലത്തെ സക്കാത്ത് കുറഞ്ഞു പോയി, അടുത്ത കൊല്ലം 25,000 കുറച്ച് സക്കാത്ത് ഏറെ തരണേ റബ്ബേൻ. എന്താ മനുഷ്യന്മാരെ, അതൊന്ന് തിരിച്ചു തോരുന്നൂടെ? പഠിച്ചോനെ ഇക്കൊല്ലത്തെ 25,000 എനിക്ക് സക്കാത്ത് വാങ്ങേണ്ടി വന്നു, അടുത്ത കൊല്ലത്തെ 25,000 എനിക്കൊന്ന് സക്കാത്ത് കൊടുക്കാനുള്ള അവസരം തരണേന്ന് തോരന്നാൽ അള്ളാന്റെ അടുത്ത് ഉണ്ടല്ലോ ഇഷ്ടം പോലെ. നിങ്ങൾ എന്നോട് തോരന്നോളി, ഞാൻ നിങ്ങൾക്ക് തന്നോളാന്ന് പറഞ്ഞത് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞോന്നല്ല, തരാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്. ചോദിക്കാൻ തയ്യാറില്ലാത്ത പ്രശ്നം, കിട്ടുന്ന രീതി ചോദിക്കണില്ല, അതാണ് വലിയൊരു പ്രശ്നം. അപ്പോ വയസ്സാവുമ്പോ നോക്കാൻ കുട്ടികൾ വേണ്ട. ഞാനീ പറഞ്ഞത് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും നല്ലോണം മനസ്സിലാക്കണേ. വയസ്സാവുമ്പോ നോക്കാൻ കുട്ടികൾ വേണ്ട. പിന്നെ ഇപ്പൊ എന്തിനാ കുട്ടികള്? പിന്നെ ഇപ്പൊ രണ്ടാമത്തെ കുട്ടികളൊരാവശ്യം എന്ന് പറഞ്ഞാല് നമ്മളെ തറവാട് നിലനിൽക്കാൻ ഒരു കുട്ടി വേണ്ടേ എന്നാണ്. നമ്മളെ തറവാടുണ്ടല്ലേ, നമ്മളെ കിഴക്കേതില് വടക്കേതില് തെക്കേതില് പടിഞ്ഞാറേതില് പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള തറവാട്. നാളെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളാ തോട്ടത്തിൽ കുടുംബസംഘം ഉണ്ട്, നിങ്ങളൊന്ന് വരുകൊണ്ട് പറഞ്ഞു. എന്റെ വീട്ടുപേര് തോട്ടത്തിൽ നിന്നാണ്. തോട്ടത്തിൽ കുടുംബസംഘം ഉണ്ട്, നിങ്ങൾ വരുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഏത് തോട്ടത്തിൽ നിന്നാ നിങ്ങൾ ഈ പറയണത് പറഞ്ഞു. അല്ല നമ്മളാ തോട്ടത്തിൽ പറഞ്ഞു. ഞാൻ നിങ്ങളാ വിചാരിച്ച ആ തോട്ടത്തിലൊന്നല്ല. ഇവിടെ തോട്ടത്തിൽ രവീന്ദ്രൻ മേയർ, കോഴിക്കോട് മേയറായിരുന്നു. പിന്നെ തോട്ടത്തിൽ നിന്നുണ്ട് കുറെ ബസ് ഓടുന്നുണ്ട്, അതൊന്നും ഇന്റതല്ല. ഇന്റെ തോട്ടോ ആ തോട്ടോ ഒന്നല്ലേനും. തോട്ടത്തിൽ അയച്ചിട്ട് ഒന്നാവില്ല. എന്റെ വല്യാപ്പാന്റെ വാപ്പ കൊളത്തൂർ വന്ന് താമസാക്കിയപ്പോ
ഞങ്ങളെ തറവാട് വീടിന്റെ പിൻവശത്ത് 8 കഴുങ്ങുണ്ടായിരുന്നു. അതാണ് തോട്ടം. അതിന്റെ മുമ്പ് പുത്തനങ്ങാടിയിലാണ് താമസിച്ചിരുന്നത്. പുത്തനങ്ങാടിയുടെ കിഴക്കേ തലക്കലാണ് താമസിച്ചിരുന്നത്. അന്നത്തെ വീട്ടുപേര് കിഴക്കേ തലക്കൽ എന്നാണ്. അതിന്റെ മുമ്പ് പൊന്നാനിലാണ് അത്ര താമസിച്ചിരുന്നത്. അന്നത്തെ വീട്ടുപേര് വേറെയാണ്. ഏത് തറവാട് നിലനിൽക്കാൻ കുട്ടിനെ വേണമെന്ന് നമ്മളീ പറഞ്ഞത്? ആദം വല്ലിപ്പാന്റെ തറവാടാണെങ്കിൽ തിരക്കുണ്ടായിരുന്നില്ല. നമ്മൾ ഈ നിലനിൽക്കണം എന്ന് പറഞ്ഞ തറവാട്, നമ്മളാരും തങ്ങന്മാരൊന്നല്ലല്ലോ, നമ്മൾ ഇവിടുന്ന് മതം മാറിയപ്പെട്ട തന്നെയാണ്. അങ്ങോട്ട് മാന്തി നോക്കിയാൽ ഒരു പരമാവധി മാന്തിയാൽ 8 എണ്ണം വരെ മാന്ത. നിങ്ങൾ മാന്തിയാല് അഹമ്മദ് സാലിം, അബൂബക്കർ, അഹമ്മദ്, അബ്ദുറഹ്മാന്, ബീനാൻകുട്ടി, ഇങ്ങനെയാണ് മാന്തിയാൽ ഒരു 8 എണ്ണം വരെ മാന്തും. അതിന്റെ അപ്പുറത്തേക്കാണ് മനുഷ്യന്മാരോട് പറയാൻ പറ്റൂല. എന്നിട്ട് ആ തറവാട് നിലനിൽക്കാനാ അപ്പൊ നമ്മള് പിന്നെ ഒരു കുട്ടി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കണത്. അത് നിലനിന്നില്ലെങ്കിൽ എന്താ? ഒന്നും വരാനില്ല, വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറയാം. ഒരു ആന്തരി വേണ്ടേ നമ്മൾ ഈ തറവാട് നിലനിൽക്കാൻ? ആദം വല്ലിപ്പാന്റെ തറവാട് നിലനിൽക്കാനാണെങ്കിൽ ആന്തരിയും പെൺതരിയും ഒക്കെ വേണം. മറ്റേന്റെ ആവശ്യമില്ല, വെറുതെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിപ്പോ മഹല്ല് കുടുംബസംഘമായതുകൊണ്ട് ധൈര്യമായിട്ട് പറയാൻ പറ്റിയൊരു കാര്യം, തറവാട്ടുവക കുടുംബസംഗമത്തിൽ ചെന്നാല് അതിന്റെ ഗുണം മാത്രമേ പറയാൻ പറ്റുള്ളൂ, ദോഷം പറയാൻ പറ്റൂല. ഗുണം മാത്രമല്ല അപ്പൊ പറയാൻ പറ്റുള്ളൂ, അല്ല ഞാൻ രംഗത്തിൽ വണ്ടി കയറി പോകാൻ അയക്കൂല. ഇവിടെ ഇപ്പൊ നമുക്ക് ദോഷം പറയാം, ഗുണമൊന്നും ഇവിടെ പറയണില്ല. കുടുംബസംഗമത്തിന്റെ ഗുണമൊന്നും പറയണില്ല, കുറേ ഗുണമുണ്ട്. 2 പ്രധാനപ്പെട്ട ദോഷങ്ങൾ കുടുംബസംഗമത്തിനുണ്ട്, അത് ഇവിടെ പറയാം. ഒന്ന്, വലിയ ഓഡിറ്റോറിയൊക്കെ വാടകയ്ക്ക് വിളിച്ച് ബിരിയാണിയൊക്കെ വെച്ച് അലാക്കിന്റെ കുടുംബസംഗമം നടത്തിയിട്ട് അതൊക്കെ കൂടി ഇങ്ങനെ കാണുമ്പോൾ മൂപ്പർക്ക് തോന്നുകയാണ്, പടച്ചോനെ ഇതൊക്കെ നമ്മളെ കുടുംബം. അങ്ങനെയാണെങ്കിൽ പള്ളി കമ്മിറ്റിയിൽ നമ്മൾ 2 ആള് പോരട്ടോ, മദ്രസ കമ്മിറ്റിയിൽ 3 ആള് പോയാലും അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ വാർഡിൽ നമ്മളെ കുടുംബത്തിൽ തന്നെ വേണം, അല്ലെങ്കിൽ നമുക്ക് പ്രതിഷേധിക്കണം. ഇതിനാണ് അധികാര തർക്കത്തിനാണ് കുടുംബസംഗമം എങ്കിൽ ഓഡിറ്റോറിയത്തിന്റെ വാടക നഷ്ടത്തിലായി. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല്, എളാപ്പാന്റെ മകളെ കെട്ടിച്ചോടത്തേക്ക് കെട്ടിക്കൊണ്ടെന്ന മരോളൊപ്പം മുഖത്തോട് മുഖം നോക്കി ഭക്ഷണം കഴിക്കാനും മാരുതി കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്യാനുമാണ് കുടുംബസംഗമം സഹായിച്ചതെങ്കിൽ ഓഡിറ്റോറിയത്തിന്റെ വാടക മാത്രമല്ല ബിരിയാണിയുടെ പൈസയും പോയി. കുടുംബല്ലേ, കയറിക്കോളി വണ്ടിയുടെ ബാക്കിൽ ഞാനുണ്ടാക്കിത്തരാം. വണ്ടിയുടെ ബാക്കിൽ കയറിക്കോളി, നമ്മൾ കുടുംബല്ലേ, കുടുംബസംഗമത്തിന് നമ്മൾ സംഗമിച്ചതല്ലേ, വണ്ടിയുടെ ബാക്കിൽ കയറിക്കോളി ഞാനുണ്ടാക്കിത്തരും. ആര്? എളാപ്പാന്റെ മകളെ കെട്ടിച്ചോടത്തേക്ക് കെട്ടിക്കൊണ്ടെന്ന മരോളെ. അതിനാണ് കുടുംബസംഗമമെങ്കിൽ കുടുംബസംഗമം നഷ്ടത്തിലാവും. അത് രണ്ടും ഇല്ലെങ്കിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാണ്ട് കുടുംബസംഗമത്തിന് ചെന്നോടത്തൊക്കെ കിച്ചണിക്ക് ഞാൻ നോക്കലുണ്ട്, മറ ഉണ്ടാവില്ല. കാരണം കുടുംബല്ലേ. ഹോട്ടലിലേക്ക് എന്ന മാതിരിക്കാരം, ഹോട്ടലിൽ മറ ഉണ്ടാവില്ലല്ലോ, എന്ന മാതിരിക്കാരം കുടുംബസംഗമത്തിന്. ഗുണമുള്ളതൊക്കെ ചെയ്യാൻ, ദോഷമുള്ളതൊന്നും ചെയ്യരുത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ആ തറവാട് നിലനിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെപ്പോ എന്തേക്കാരം, മനസ്സിലായി കുറെ സ്വത്തും മുതലൊക്കെ ഇല്ലേ, അതിനൊരു അനന്തരാവകാശി വേണ്ടേന്നാ. ജ്വല്ലറിയും സൂപ്പർ മാർക്കറ്റും തെങ്ങളപ്പോ റബ്ബർ എസ്റ്റേറ്റും ഒക്കെ ഉള്ളതല്ലേ, അതിനൊരു അനന്തരാവകാശി വേണ്ടേ? അതിനൊരു അനന്തരാവകാശി വേണമെങ്കിൽ അമ്പിയാക്കൾക്ക് ആദ്യം വേണ്ടേ? ഒരു നബിക്കും മക്കൾക്ക് സ്വത്തിൽ അനന്തരം ഉണ്ടായിട്ടില്ല. 1,24,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. 1,24,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. ലോകം ഭരിച്ച ആളാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. മഹാനവറുകൾ മരണപ്പെടുന്ന സമയത്ത് മക്കൾക്ക് ഓഹരി ചെയ്യാൻ മുതലുണ്ടായിരുന്നില്ല. ലോകം ഭരിച്ചവരാണ് സയ്യിദുനാ ദാവൂദ് അലൈഹി സ്വലാം. ദാവൂദ് നബി വഫാത്താവുമ്പോൾ മക്കൾക്ക് ഓഹരി ചെയ്യാൻ മുതലില്ല. മൂസാ നബിക്കില്ല, ഇബ്രാഹിം നബിക്കില്ല, സുലൈമാൻ നബിക്കില്ല, ഒരു നബിക്കില്ല. രാജാവിന്റെ മകനായിരുന്നു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വഫാത്താവുന്ന സമയത്ത് മക്കൾക്ക് ഓഹരി ചെയ്യാൻ മുതലുണ്ടായിരുന്നില്ല. നഹ്നു മആശിറൽ അംബിയാഇ ലാ നൂറസു ഹബീബുനാ റസൂലുള്ളാഹി. ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരമില്ലാത്തവരാണെന്ന് മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്പിയാക്കൾക്ക് വരെ സ്വത്തിൽ അനന്തരമില്ല. അതുകൊണ്ട് സ്വത്തിൽ അനന്തരം എടുക്കാൻ കുട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ആരാച്ച കൊണ്ടേക്കോട്ടെ, അതുകൊണ്ടൊന്നും വരാൻ പോണില്ല. പിന്നെന്തിനാ കുട്ടി?